ഇവിടെ നോക്കടാ. നിനക്ക് എന്നെ തല്ലണോ അല്ലേ? തല്ലടാ. വാടാ ഇവിടെ. വാടാ വാടാ വാടാ. എന്തൊരു പ്രശ്നമാടാ? മാർബിളിന്റെ പരസ്യം എവിടാ? നിൽക്കുന്ന സുമോ കുസ്തിക്കാരി. മറ്റേ തടിയനാ? തടിയനെ എവിടെ അടിച്ച് കമത്തി. അയ്യോ, ഇപ്പൊ പുതിയ വലിയ പോസ്റ്ററിൽ എവിടെ തലയിരിക്കും വരുന്ന. ഇവിടെ മാന്യന്മാർക്ക് കിടന്നുറങ്ങണ്ടേടാ. തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ മാന്യന്റെ മാന്യത നാട്ടുകാർ മുഴുവൻ കണ്ടാണ്. ആദ്യം പോയി ചാക്കെടുത്ത് മാറ്റി മുണ്ടെടുത്തു. അല്ല, മുണ്ട് പട്ടി അടിച്ചിട്ട് പോയെന്ന്. ഈ ചാക്ക് ഞാൻ എവിടെ കണ്ട് നല്ല പരിചയം. ഇന്നലെ രാത്രി ആണെങ്കിലേ എന്റെ വീടിന്റെ ജനലിലായിരിക്കും. അപ്പൊ ചാക്കിന് ഡബിൾ ഡ്യൂട്ടിയാണ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പറയടാ. അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. ആരെങ്കിലും ഒരാളെ പണയടേ. ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ശാലിനി കുനിഞ്ഞ് ഇന്ന് തുണി ഇറക്കുന്നു. പിക്ചറിന്റെ തലയിൽ കയറി ആ കിടക്കുന്ന കവളി മടലില്ലേ, ഇപ്പൊ തലമണ്ടേ കയറും. ഇവള് എന്നെ കണ്ട ഉടനെ പറയുന്നു, ഇവക്ക് മുറുമുറ വേണോന്ന്. എടാ, നിന്റെ സ്വന്തം ഭാര്യ അല്ലേടാ. എടാ, അവള് നിന്റെ അടുത്ത് പറഞ്ഞ തെറ്റെന്തര്? എന്തോന്ന്? എടാ, കുടുംബമൊക്കെ ആകുമ്പോ മുറുമുറയും ഹരഹരയൊക്കെ വേണം. അതല്ലെന്ന്. പിന്നെ ഈ കവറിൽ വരുന്നതേ. കവറിൽ വരുന്ന കൊച്ചുങ്ങളെ ചവയ്ക്കുമ്പോ കിരികിര സൗണ്ട് ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലായി കാര്യം. മനസ്സിലായില്ലേ? ചെവി കൊണ്ടുവാ. കൊച്ചുകൾ കഴിക്കുന്ന മുറുമുറ കഴിക്കുന്ന സാധനമല്ലേ? അപ്പൊ നിനക്കറിയാം. അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ പൊട്ടങ്ങളി കളിച്ചത്. അതിന്റെ പേരിൽ അവിടെ കേസ് കൊടുക്കുന്ന ഡിവോഴ്സ് കേസ്. ഞാൻ സംസാരിക്കടാ. എന്റെ പൊന്നുമക്കളെ, നീ ഒരു പെങ്കൊച്ചല്ലേടി. ഇതിനൊക്കെ ഒരു തഞ്ചവും തരവും വേണ്ട എന്റെ പൊന്നുമോളെ. പൊന്നു രവിയേട്ടാ, ഞാനൊരു പാവമാ. ഞാനും ഭയങ്കര പാവോട്. രണ്ടുപേരും കൂടെ ഈ പാലത്തിന്റെ അടി കിടന്ന് പാവം ചെയ്തിട്ട് ആ കേസും കൂടെ എന്റെ തല വെച്ച് തരില്ലേ? ചുമ്മാ കാര്യം സംസാരിക്കുന്ന. നിന്റെ പ്രശ്നം എന്താണെന്ന് പറയടി. എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിട്ട് എന്താ ആഗ്രഹം അറിയാവോ? ഒരു കഞ്ചെടുത്ത് പറഞ്ഞുകൂടായിരുന്ന? അല്ല, പായന്നല്ലേ? അതെനിക്ക് വരൂല്ല. വരും. ഭർത്താവ് വന്നതല്ലേ ഉള്ളു. പായും തലങ്ങണിയും വരും. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞേ. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചാ പോരായിരുന്ന? ഡോക്ടറെ കണ്ടു. വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഡോക്ടറെ മര്യാദക്ക് വേണം. വെള്ളം കുടിച്ചിട്ട് ബാക്കി കാര്യം കൂടെ പറയാൻ. ഡോക്ടർ വെള്ളം കുടിക്കണ കാര്യമല്ല, ഇയാളോട് വെള്ളം കുടിക്കാൻ. എന്നിട്ട് നീ വെള്ളം കൊടുത്താ? ധാരാളം കൊടുക്കണ്ട്. എന്നിട്ട് അതിന്റെ ഇരട്ടി കൊണ്ടെന്ന് മുള്ളിക്കളയും. ഈ മുള്ളിക്കൊണ്ട് നടക്കുന്നിടത്ത കൊച്ചുങ്ങളെ കാര്യം ഞാൻ എങ്ങനെ പറയാനാ? ഇവിടെ രാജേഷേ, ഇങ്ങനെയൊക്കെ പോയാ എങ്ങനെയാടാ? എന്റെ മൂത്രമല്ലേ പോണോ? നിന്റെ കാലിലൊന്നും വന്ന് തട്ടുന്നില്ലല്ലോ. എനിക്ക് അതല്ലെന്ന്. എനിക്കാണെങ്കിലേ കാറ്റടിച്ച 2 തുള്ളി. അതിനായിരിക്കും ചാക്ക് വലിച്ച് കെട്ടിയിരിക്കുന്നത്. അതല്ലെന്ന്. ഇടാ, എനിക്ക് 48 വയസ്സായി. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചില്ല. കാര്യം എന്തെന്നറിയാമോ? ചാക്ക് എഴുതാൻ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും. അതല്ലെന്ന്. താല്പര്യമേ ഇല്ല. ആർക്ക്? പെണ്ണിന്റെ വീട്ടുകാർക്ക്. പെണ്ണിനോ? എന്നെ കണ്ടുകൊണ്ടെടുത്ത് കെട്ടി ചാടി. അന്തസ്സാ. എന്റെ ജീവിത പശ്ചാത്തലത്തിൽ വെച്ച് ഞാനൊരു ഉപദേശം പറഞ്ഞുതരാ. കുടുംബത്തിന്റെ അടിത്തറയാണ് ഞാൻ പറയാൻ പോണത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇതെങ്ങനെ ഈ വാചകം കറക്റ്റായിട്ട് വായിൽ വന്നത്? ഈ പുരാണങ്ങൾ വായിച്ചിട്ടുണ്ടോ? താളിയോല ഗ്രന്ഥങ്ങൾ അതൊന്നും ഗ്രഹിച്ചിട്ടുണ്ടോ? നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം ഒന്നും അല്ലടേ, നല്ല വായന. ഈ പാലത്തിനിടെ ഏറ്റവും നല്ല രീതിയിൽ വായിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യ, ഈ വൃത്തികെട്ടവൻ എന്റെ തല കയറിയില്ലായിരുന്നെങ്കിൽ ഡോക്ടർ ശങ്കർ എന്റെ മുറച്ചെറുക്കൻ എന്നെ കല്യാണം കഴിക്കാനിരുന്നതാ. എടാ, ഈ ഞാൻ നിന്റെ കല്യാണത്തിൽ വന്നതാണല്ലേ. ഈ ആരാണ് ഈ ഡോക്ടർ ശങ്കർ? ഞാൻ കണ്ടിട്ടില്ല. ഒരു കരിയിലേം വെച്ചോണ്ടേ ഒരു ശങ്കർ സിമ്മന്റെ ബനിയനും ഇട്ടോണ്ട് ഇങ്ങനെ കല്യാണ മണ്ഡപത്തിൽ ഞാനാണ് ഡോക്ടർ ശങ്കർ, ഞാനാണ് ഡോക്ടർ ശങ്കർ ഇങ്ങനെ പറഞ്ഞ് നടന്നില്ലേ? ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നേരത്തെ പായസത്തിരുത്ത് ചാടിയിട്ട് അണ്ടിപ്പരിപ്പ് ഉള്ളി പറക്കി തിന്നിട്ട് അത് ബാക്കിയുള്ളത് കഷ്ടത്ത് വെച്ചോണ്ട് പോയാ. അതാണ് അവള് പറഞ്ഞ ഡോക്ടർ ശങ്കർ. മൊത്തം കള്ളത്തരമാണെന്ന് ഇവളെ ജീവിതം മൊത്തം. നിങ്ങളുടെ കുടുംബത്തിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. എന്റെ കുടുംബത്തിന് എന്ത് കുഴപ്പമോടി? എന്റെ അച്ചാച്ചൻ ഒന്നാം തരം ഒരു വേട്ടക്കാരനായിരുന്നു, അറിയാവോ? 8 മക്കളായിരുന്നു. ചില്ലറ വേട്ടയെന്നല്ലേ നടത്തിയത്? എന്റെ അച്ഛാമ്മ ഇപ്പൊ ജീവനോട് ഇരിപ്പുണ്ടാടാ. അച്ഛാമ്മ എലാസ്റ്റിക് അടിച്ചെന്നാ? അല്ല, ഇകലോകവാസം വെടിഞ്ഞു പോയി. മലയാളത്തിൽ പറയടേ. ചത്തോയെന്ന്. ചത്തതല്ലടാ, അവർ നിന്റെ അച്ചാച്ചനെ പേടിച്ച് ഉയരം കൊണ്ട് ഓടിയതാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ജീവിത പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു പുതിയൊരു അറിവ് തരണമെന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അടുത്ത് വന്നാണ്. അതായത് ശ്രദ്ധിച്ച് കേട്ടോണേ, ചട്ടിയും കലം ആവുമ്പോ തട്ടിയെന്നും മുട്ടിയെന്നും പറഞ്ഞിരിക്കും. മീറ്റർ തെറ്റിയതാ. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാനും എന്റെ പെണ്ണും പിള്ളേം കൂടെ വീട്ടിൽ വഴക്കിടുമ്പോ ചാക്ക് കൊടുത്തോണ്ട് ഇവിടെ വന്നിട്ട് ഇത്തരം പന്ന ന്യായം പറയണോന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കൂടുമ്പോ ഇമ്പമുള്ളത് കുടുംബമാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഇനി പറയോ? ചട്ടിയും കല തട്ടിയും മുട്ടിയിരിക്കുന്നു. ഇനി പറയോ? ചാക്കിന്റെ ഗുണമെങ്കിലും കാണിക്കണ്ടേ?